സംഗീത സംവിധായകനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സംഗീതത്തിൻ്റെ പുതിയ തലങ്ങൾ തേടി അദ്ദേഹം പുതുമയാർന്ന സംഗീത വിരുന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നു. വണക്കം. നമസ്കാരം. എന്നെ തെരിയില്ല? ഇല്ല. ഞാൻ താൻ AR റഹ്മാൻ. ആണോ? ആമാ. പ്രശസ്ത സംഗീത സംവിധായകൻ AR റഹ്മാനാണോ? ആമാ. അപ്പൊ ഇതാരാ? ഇത് അണ്ണൻ AR ഹനുമാൻ. ഞാൻ ഇതുവരെ സാറിനെ കണ്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് സാറിനെ കാണുന്നത്. കാണാൻ വഴിയില്ല, കളർ ഗ്യാരണ്ടി കളറാ. അതുകൊണ്ടല്ലേ സാറ് എനിക്ക് ചില സംശയങ്ങളൊന്നും ചോദിക്കേണ്ട വിരോധമില്ലല്ലോ. എന്താണ്? സാറിന് ആരാണ് സംഗീതം പഠിപ്പിച്ചത്? എനിക്ക് വന്ന് സംഗീതം ചൊല്ലിക്കൊടുത്തത് ചെമ്പൈ ഭാഗവതർ. ഓഹോ, ചെമ്പൈ ഭാഗവതരാണോ? ആമാ. അദ്ദേഹത്തിന് സംഗീതം പഠിപ്പിച്ചതാരാന്നറിയാവോ? ചെമ്പൈ ഭാഗവതർക്ക് സംഗീതം ചൊല്ലിക്കൊടുത്തത് പിച്ചളൈ ഭാഗവതർ. അയ്യോ, അപ്പൊ അദ്ദേഹത്തെ സംഗീതം പഠിപ്പിച്ചതാരാ? അദ്ദേഹത്തിന്റെ സംഗീതം പഠിപ്പിച്ചത് അലുമിനിയം ഭാഗവതർ. അയ്യോ, മലയാളത്തിൽ പറഞ്ഞാൽ മതി. മലയാളം അറിയാവോ? അതെ. എങ്ങനെ അറിയാം? എനിക്ക് തമിഴ് അറിയാം. തമിഴും അറിയാം, മലയാളം അറിയാം. അതെ. തമിഴ് എങ്ങനെ അറിയാം? ഞാൻ കുറച്ചാള് ബോംബെയിലായിരുന്നു. ഓ, അത് ശരി. ഞാൻ സാറിനെ പരിചയപ്പെടണമെന്ന് പറഞ്ഞത് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല. അപ്പൊ അടുത്തായിട്ട് ഞാൻ അഭിനയിക്കുന്ന മലയാള സിനിമയിൽ സാറിനെ കൊണ്ടൊരു സംഗീതം ജയിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ ഒരു പ്രത്യേകത വേണം. ഇതുവരെ ആരും കേട്ടിട്ടില്ലാത്ത ഒരു പാട്ട് വേണം. ആരും കേൾക്കാത്ത പാട്ട്? ഇതുവരെ ആരും കേൾക്കാത്ത ഒരു പാട്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച കമ്പോസ് ചെയ്തൊരു ഗാനമുണ്ട്. ആരും കേൾക്കാത്തതായിരിക്കും. ആരും കേട്ടിട്ടില്ല. അന്ന് കേട്ടോ? ഓക്കെ, അങ്ങനെ ഉണ്ടെന്ന് കേൾക്ക്. ശരി. അയ്യോ, പാട്ടെവിടെ? പാട്ട് കേൾക്കുന്നില്ല. ഈ പാട്ട് ഇന്ന് ആരും കേട്ടിട്ടില്ല. ഇത് പുഷ്പവിമാനം എന്ന് പറഞ്ഞ പാടത്തിലെ പാട്ടാണ്. ഓ, അത് ശരി. അയ്യോ, അത് പറ്റില്ല. ഇതുവരെ ആരും കേട്ടിട്ടുണ്ടാവുകയും ചെയ്യരുത്. എന്നാൽ എനിക്ക് ഇപ്പൊ കേൾക്കും വേണം. അങ്ങനത്തെ പാട്ട് വേണം. ഇപ്പൊ കേൾക്കണം. സാറ് തന്നെ ഒരുപാട് ത്രില്ലിംഗ് ആയുള്ള പാട്ടുകൾ ചെയ്തിട്ടുണ്ടല്ലോ. ഓ, അങ്ങനത്തെ ഒരു പാട്ട് വേണം. ഓ, ശരി. നല്ല ത്രില്ലിംഗ് ഉള്ള പാട്ട്. നല്ല ത്രില്ലിംഗ്, നല്ല തെറിച്ചു പോണ പാട്ട്. അതെ. മുറുക്കി പിടിച്ചിരുന്നോ? ശരി. അല്ലെങ്കിൽ തെറിച്ചു പോകും. ഞാൻ തന്നെ കമ്പോസ് ചെയ്തൊരു ഗാനം, തണുപ്പത്ത് പാടുന്ന ഗാനം. സൗണ്ട് എന്ന് പറഞ്ഞാൽ ചില്ലിരിക്കും. പട്ടി കനാലിലുമുള്ള സൗണ്ട്. ചിക്കപ്പൊക്ക് റേലേ കള്ളക്കെട്ട പാരത് സ്റ്റൈലേ ചിക്കവാറ് മയിലേ ഇപ്പൊ ഓക്കെ ഞാൻ അടിക്കൂല്ലോ. അയ്യോ, ഇത് ഞാൻ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. ഇത് പോരാ, വേറൊരു വെറൈറ്റി വേണം. വെറൈറ്റി വേണം. വെറൈറ്റി ആയിരിക്കണം. വെറൈറ്റി. ഇത് വെറൈറ്റി ആക്കണം. അതെ അതെ, പാടിത്തരാം. ചിക്കപ്പൊക്ക് റേലേ കലക്കിത് സ്റ്റൈലേ ചിക്കുവാറ് മയിലേ ഓക്കെ നടിക്കൂലേ ചിക്കുവാറ് മയിലേ ചിക്കുപ്പൊക്ക് റൈലേ കലക്കിത് പാരത് സ്റ്റൈലേ ചിക്കുവാറ് മയിലേ ചിക്കുപ്പൊക്ക് റൈലേ കലക്കിത് പാരത് സ്റ്റൈലേ ജീൻസ് പാന്റ് താം പോട്ടാച്ച് മോട്ടോർ സൈക്കിളില്ല വന്താച്ച്. അയ്യോ, നിർത്തണേ. ഇയാൾ എന്തോടോ ജീൻസ് പാന്റ് ഇട്ടിട്ട് മോട്ടോർ സൈക്കിളിലാണ് ശബരിമല അയ്യപ്പന്മാരെ കൊണ്ടുപോകാൻ പോകുന്നത്? ഇതൊന്നും പറ്റില്ല. വേറൊരു വെറൈറ്റി വേണം. സാധാരണ ഈ മാപ്പിള പാട്ടുകളുടെ ഒരു ലൈനിൽ ചെയ്യാറില്ലേ? മാപ്പിള പാട്ടിൽ ലൈനിൽ ചെയ്യണം. അങ്ങനത്തെ ലൈനില് ഞാൻ ഒന്ന് ലൈനിലാക്കി തരാം. ശരി, അന്ന് കേട്ടു നോക്ക്. ലൈനാക്കാൻ ഞാൻ എടുക്കനാ. ചിക്കപ്പൊക്ക് റെയിലേ കലക്കിത് പാരത് സ്റ്റൈലേ ചിക്കുവാറ് മയിലേ ഇപ്പൊ ഓക്കെ ഞാൻ അടിക്കൂലേ ജീൻസ് പാന്റ് താം പോട്ടാച്ച് മോട്ടോർ സൈക്കിളില്ല വന്താച്ച് ചിക്കപ്പൊക്ക് കിണ്ടാങ് ചിക്കപ്പൊക്ക് കിണ്ടാങ് ടൈം. അത് വേണ്ട. ഈ കിണ്ടാങ് അതൊന്നും പറ്റില്ല. ഇതൊക്കെ മാപ്പിളപ്പാട്ട് ഞങ്ങൾ ഒരുപാട് കേട്ടില്ല. അതിന് വേണമെങ്കിൽ ഇവിടെ VM കുട്ടി വന്നിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെ കൊണ്ട് ചെയ്യിച്ചോളാം. ഇത് പറ്റില്ല. ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ ഇപ്പം ഇതുവരെ അധികം കോമൺ ആയിട്ടില്ല ഈ കൊങ്കണി പാട്ടുകളൊക്കെ ഇല്ലേ? കൊങ്കണി പാട്ടുകൾ, അതും ഈ മാപ്പിളപ്പാട്ടും കൂടെ ഒക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പുതിയ വെറൈറ്റി ഉണ്ടാവും. കൊങ്കണി പാട്ട് മിക്സ് ചെയ്യണം. മാപ്പിളപ്പാട്ടുമായിട്ട് മിക്സ് ചെയ്താൽ ഒരു പുതിയ വെറൈറ്റി ആവൂലേ? അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. കൊങ്കണി പാട്ട് മുസ്ലിം ഗാനായിട്ട് പാടണം. പാടിത്തരാം. ഇതൊക്കെ അഡ്വാൻസ് ആയിട്ട് പറയണം. അഡ്വാൻസ് ആയിട്ട് പറഞ്ഞാൽ മനസ്സിലായി. ഇത്രയൊക്കെ പറയാൻ പറ്റുള്ളൂ. ഒരു പുതിയ വെറൈറ്റി ആയിട്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. സങ്കടം കൊടുക്കുന്നുണ്ട് സീതാ നമ്മളെ പൂൾ വെച്ചില്ലേ എന്തോരു ദുഃഖ സങ്കടമുണ്ട് വെറുതെ പണ്ടാറം വെക്കാനായി അവിടെ ഇവിടെ കുത്തിയർന്ന് കത്തുമറച്ച് നമ്മൾ സാകും 691 രൂപ കൊടുത്തു വാങ്ങിച്ചോറു സാരീനം വെറുതെ കൊടുത്തു ഫ്രീ ആയി നെഹ്റു പാർക്കിന്റെ മുലർന്ന് ഐസ് നക്കി തിണ്ണ് ഐ ലവ് യു കൊടുത്തു സീതേ ഒരു സാവന്തന്റെ അടുത്ത് വന്നിട്ട് ഇരുന്നിട്ട് അമ്പേള മുട്ടത്തിട്ട് സൊള്ളി നടന്ന് റോസാപ്പൂ മണത്ത് സുത്തി നല്ല രസമുണ്ട് കോഴമ്പുണ്ണിന്റെ നിറക കയറുന്ന രസമുള്ള പക്കുവട
5ഉം 10ഉം 3 നക്കി നക്കി തിന്നില്ലേ ഇപ്പൊ നമ്മളെ കണ്ട മിണ്ടാൻ കൊടുക്കുന്നില്ല ചിരിക്കാൻ കൊടുക്കുന്നില്ല നമ്മൾ വെറുതെ സുന്ദരിയാണവൾ കമ്മത്ത് നമ്മൾ വെറുതെ നല്ലൊരു പാട്ട് പാടി സംസം സങ്കടം വരാൻ കൊടുത്തത് കാര്യം വേറെ ഉണ്ടായി നമ്മുടെ മുഖത്ത് നോക്കിയിട്ടാവിൽ തന്നെ ഹനുമാൻകുട്ടി എന്ന് വിളിച്ചു സങ്കടം കൊടുക്കുന്നുണ്ട് സീതാ നമ്മളെ ഉൾവച്ചില്ലേ എന്തോരു ദുഃഖ സങ്കടമുണ്ട് വെറുതെ പണ്ടാറം വെക്കാനായി അവിടേക്ക് ഇവിടെ കുത്തിയർന്ന് കത്തുമറച്ച് നമ്മൾ സാകും. ഇതാണ് പുതിയ വെറൈറ്റി എന്ന് പറഞ്ഞത്. ഇങ്ങനെ വേണം. ഇനി ഇതുപോലെ വേറെ എന്തെങ്കിലും ഒരു വെറൈറ്റിയിൽ ഒരു സോങ് ഉണ്ടാക്കാൻ പറ്റുമോ? ഈ നിലയ്ക്ക് പോയാൽ എന്റെ പണി കഴിയും. കഴിഞ്ഞോട്ടെ, അത് സാരമില്ല. പാട്ട് കഴിഞ്ഞിട്ടല്ലേ കഴിയുള്ളൂ, കുഴപ്പമില്ല. അത് ശരി, എന്റെ വീട്ടുകാർക്കല്ലേ പോകണല്ലേ. പിന്നെന്ത്? തനിക്ക് എത്ര പാട്ട് വേണം? എനിക്ക് ഒരു പാട്ട് വേണം. ഒരു പാട്ടല്ലേ? എത്ര മിനിറ്റ് സമയമുണ്ട്? 2 മിനിറ്റ് സമയം തരാം. 2 മിനിറ്റ് സമയം കൊണ്ട് ഒരു 16 പാട്ട് പാടി തരാം. അയ്യോ, ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ 16 പാട്ട് പാടും. അപ്പൊ ഒരു കല്യാണം കഴിക്കാൻ പറഞ്ഞാലോ? അപ്പൊ ഞാൻ ടൈം ടേബിൾ അനുസരിച്ച് കല്യാണം കഴിക്കും. ഓക്കെ, അപ്പൊ ശരി, ടൈം ടേബിൾ അനുസരിച്ച് ആയിക്കോട്ടെ. 16 പാട്ട് 32 പാട്ട്, പക്ഷെ 2 മിനിറ്റ് സമയമുള്ളൂ. 2 മിനിറ്റ് കൊണ്ട് 16 പാട്ട്. ഓക്കെ. മാന്യ സുഹൃത്തുക്കളെ, നിങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം ഞാൻ എന്റെ 16 ഗാനത്തിലേക്ക് നിങ്ങൾ ഏവരെയും ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. യെസ്, ഓൺലി 11 songs. ഒരു മിനിറ്റ്. അതെ, കുറെ നേരമല്ലേ തുടങ്ങിയിട്ട്. ഇനി ഇവളവിടെ കടന്ന് പാട്ട് പാടിയിട്ട് ഞാനിവിടെ ഡാൻസ് കളിക്കും. ആണോ? എന്താ ഇയാൾക്ക് അങ്ങനെ നിർബന്ധമുണ്ടോ? നിർബന്ധമുണ്ട്. താനാരാ? ഞാൻ ഇവിടുത്തെ കമ്മിറ്റി പ്രസിഡന്റ് മോനാ. കമ്മിറ്റി പ്രസിഡന്റ് മക്കൾ ഇങ്ങനെ കോലി കളിക്കാൻ തുടങ്ങി ഇത്തിരി ബുദ്ധിമുട്ടും. അല്ല, കമ്മിറ്റി പ്രസിഡന്റ് മോനാകുമ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. അയാൾ കളിച്ചോട്ടെ. താൻ എന്റെ പാട്ടിന് താൻ ഡാൻസ് കളിക്കും. അതെ, കളിക്കും. പിന്നെ തബല വായിക്കാനുള്ള ആളെ നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അറേഞ്ച് ചെയ്തിട്ടുണ്ടോ? അല്ല, നമ്മുടെ പേരെന്താ? ലാജി. കുഴപ്പമില്ല. അപ്പൊ മോൻ നന്നായിട്ട് തബലൊക്കെ അടിക്കുമല്ലേ? കുഴപ്പമില്ല, അടിക്കും. ആ കുടത്തിൽ നിന്ന് ഒരു ഇത്തിരി വെള്ളം തന്നെ. അയ്യോ, അത് കുടമല്ല, അത് ഡെക്കയാണ്. ഡെക്ക? അത് ഈ ഇടക്ക കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഡെക്കെന്ന് എങ്ങനെ പറയാൻ പറ്റും? ഏത് കേട്ടൊക്കെ വായിക്കേണ്ടത്? മോൻ എത്ര വരെ പഠിച്ചിട്ടുണ്ട്? 8ാം ക്ലാസ് വരെ തട്ടിമുട്ടി പോന്ന്. അപ്പൊ 8ലിട്ട് തട്ടി, അല്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കട്ടാ. തുടങ്ങാം. ഡാൻസ് ചെയ്തോട്ടെ അല്ലേ? താൻ ഡാൻസ് ചെയ്തോ. മാന്യ സുഹൃത്തുക്കളെ, 10-16 ഗാനങ്ങൾ പാടേണ്ടതായതുകൊണ്ട് എൻ്റെ സൗണ്ട് ഒന്ന് ചെക്ക് ചെയ്താൽ പരിപാടി ഉടനെ തുടങ്ങുന്നതാണ്. 1 മിനിറ്റ്. എന്താണോ സൗണ്ട് ചെക്ക് ചെയ്ത? ഇങ്ങനെയുണ്ട് ഒരു സൗണ്ട് ചെക്കിങ്. എല്ലാ വിദ്വാൻമാരും സൗണ്ട് ഇങ്ങനെ ചെക്ക് ചെയ്യാം. എന്നാ ശരി, തുടങ്ങി. ഇയാൾ മനുഷ്യരെ പേടിപ്പിച്ച കളയുള്ളൂ. എന്താണ് സൗണ്ട് ചെക്കിങ്? ഇത് പിന്നെ അല്ലാണ്ട് ഒരു സ്മൂത്ത് ആയിട്ട് ചെയ്യും. സ്മൂത്ത് ആയിട്ട് പിന്നെ മൈക്ക് പൊളിഞ്ഞു പോയില്ലേ? ഓക്കെ, തുടങ്ങാം. റെഡി? 1 2 3 4. തങ്കടദത്ത തരികടദത്തി തരങ്കണത്തി തകജമ തകജന തങ്കടദത്തി തരികടദത്തി തരങ്കണത്തി തകജമ തകജന തങ്കടദത്ത തരികട 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 തകജമ തകജന തങ്കടദ തരികടദത്ത തരികട തരികട ചില്ലിമുള്ളം കാടുകളിൽ ലല്ലല്ലം പാടി വരും തെന്നലേ തെന്നലേ അല്ലിയാമ്പൽ കരയിലൻ അരയ്ക്കു വെള്ളം അന്ന് നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പു വെള്ളാരങ്കുന്നില നിഴലിടും നേരത്ത് പുല്ലാങ്കുഴലുതും കഥേവ വതിയാരേവ വഞ്ചിക്കൊടി ഒന്നിഷ്ടപ്പടി അന്ന് കേട്ടില്ല കോട്ടയത്തൊരു മൂത്ത പുള്ളച്ചൻ 90 കഴിഞ്ഞപ്പോ പെണ്ണാളെ പെണ്ണാളെ കരിമീൻ കണ്ണിന്റെ കടമടിയാളെ ഇന്നാരം പറയണ പെണ്ണ് ഇന്നെന്റെ മേനിക്കൊരു നിറമാറ്റം പൊന്നോട്ട കണ്ണിട്ട് നോക്കും കാക്കേ വീട്ടിലെന്ത് വർത്തമാനം കായല്ലരികത്ത് വലയെറിഞ്ഞപ്പോ വളകിലോക്കിയ സുന്ദരി സുന്ദരി ഒന്നിറങ്ങി വാ നാളെയാണ് താലി മംഗളം നേരുന്നു ഞാൻ മനസ്സിന് മംഗളം നേരുന്നു ഞാനൊരു സിന്ധ് കാവടി സിന്ധ് രാഗം പുരികതിൽ 1-ാം വനത്തിലെ കാഴ്ചകള എന്നെയും കൂടൊന്ന് കൊണ്ടുപോകൂ നിന്നെ ഒരിക്കൽ ഞാൻ കൊണ്ടുപോകാം ഇന്നു വേണ്ടോമനല്ലേ കണ്ടു ഞാൻ പൂങ്കിനാവിൽ താരകങ്ങൾ കണ്ണ